ഹലോ എവരി വൺ, ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ആർഡിനോ ട്യൂട്ടോറിയലാണ്. നമ്മൾ ആർഡിനോ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ ഫസ്റ്റ് ആർഡിനോ വെച്ചിട്ടൊരു LED എങ്ങനെ ബ്ലിങ്ക് ചെയ്യിക്കാമെന്നാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ ഇത് നമ്മൾ ആർഡിനോ വെച്ചിട്ട് ഒരു LED എങ്ങനെ ഒരേ സെക്കൻഡ് കൂടുമ്പോൾ ബ്ലിങ്ക് ചെയ്യിക്കുക എന്നുള്ളൊരു വീഡിയോ ആണിത്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമുക്ക് ഈ സർക്യൂട്ട് പ്രകാരം ആർഡിനോ ഒന്ന് വയർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്കൊരു ബ്രെഡ് ബോർഡ് എടുത്തിട്ട് അതിൽ ഒരു LED നമുക്ക് പിൻ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ആ LEDയുടെ പോസിറ്റീവ് സൈഡിൽ ഒരു 1K റെസിസ്റ്റർ വയ്ക്കാം. അത് വോൾട്ടേജ് ഡ്രോപ്പിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ആർഡിനോ 5 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. 5 വോൾട്ടിൻ്റെ ആർഡിനോ യൂനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ 5 വോൾട്ടിൽ ഒരു ഡ്രോപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് LED 5 വോൾട്ടിൽ അടിച്ചു പോകും. അതിന് വേണ്ടിയിട്ടാണ് ഒരു 1K റെസിസ്റ്റർ അതിൻ്റെ പോസിറ്റീവ് സൈഡിൽ വയ്ക്കുന്നത്. എന്നിട്ട് ഈ നെഗറ്റീവ് സൈഡും ഈ പോസിറ്റീവ് ഈ റെസിസ്റ്ററിൻ്റെ സൈഡും കൂടി നമുക്കൊരു ആർഡിനോ യൂനോയിലേക്ക് കണക്ട് ചെയ്യണം. ഇതാണ് ആർഡിനോ യൂനോ. ഇതിൽ LEDയുടെ പോസിറ്റീവ് പിന്ന്, അതായത് ആ റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത പിന്ന് നമ്മൾ ആർഡിനോ 8ലേക്കും ഇപ്പോൾ ഈ കണക്ട് ചെയ്യുന്ന യെല്ലോ കേബിൾ അത് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യണം. ഈ ബ്ലൂ കേബിളാണ് പോസിറ്റീവ്, അത് നമുക്ക് ആർഡിനോയുടെ 8ാമത്തെ പിന്നിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇതുപോലെ കേബിൾ ഈ ആർഡിനോയിലേക്ക് കണക്ട് ചെയ്യണം. പിന്നെ മറ്റേ USB എൻഡ് നമുക്ക് ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാം. ഇനി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആർഡിനോ IDE നമുക്ക് ഓപ്പൺ ചെയ്യാം. IDE ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കയറി കാണാം. ഞാനിപ്പോൾ ഓൾറെഡി പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാനിതൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ പ്രോഗ്രാമിൽ വോയിഡ് സെറ്റപ്പും ഉണ്ട്, വോയിഡ് ലൂപ്പും ഉണ്ട്. വോയിഡ് സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആർഡിനോ പ്രോഗ്രാമിൽ ഒറ്റ തവണയേ റണ്ണാവുള്ളൂ. അതായത് ഒറ്റ തവണയേ പ്രോഗ്രാം എടുക്കുള്ളൂ. വോയിഡ് ലൂപ്പ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടേയിരിക്കും, ഒരു ലൂപ്പ് പോലെ. അപ്പോൾ വോയിഡ് സെറ്റപ്പിൽ നമ്മളിപ്പോൾ എഴുതിയിട്ടുണ്ട് പിൻ മോഡ് 8 ഔട്ട്പുട്ട് എന്ന്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 8ാമത്തെ പിന്നിലാണ് നമ്മൾ LED കണക്ട് ചെയ്യുന്നത്. അപ്പോൾ 8ാമത്തെ പിന്നാണ് ഔട്ട്പുട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് വോയിഡ് സെറ്റപ്പിൻ്റെ ഉള്ളിൽ പിൻ മോഡ് 8 ഔട്ട്പുട്ട് എന്ന് എഴുതിക്കുന്നത്. ഒരു ലൈൻ കഴിയുമ്പോൾ എപ്പോഴും ഈ സെമികോളൻ ആ മാർക്ക് ഇടും. നമ്മൾ ഔട്ട്പുട്ട് കഴിഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു സെമികോളൻ ഇട്ടിട്ടുണ്ട്. അത് പ്രോഗ്രാമിൽ എപ്പോഴും ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സെമികോളൻ ഇടണം, എങ്കിലേ അത് ലൈൻ കംപ്ലീറ്റ് ചെയ്യുന്ന പ്രോഗ്രാം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവർ ഡിസൈഡ് ചെയ്യുള്ളൂ, അവർക്ക് മനസ്സിലാവുള്ളൂ പ്രോഗ്രാമിന്. ഓക്കെ, അപ്പോൾ വോയിഡ് സെറ്റപ്പ് കഴിഞ്ഞു. വോയിഡ് സെറ്റപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ആ പിന്ന് സെലക്ട് ചെയ്തു, ഏത് പിന്നിലാണ് LED കണക്ട് ചെയ്യേണ്ടത്. ഇനി വോയിഡ് ലൂപ്പിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഡിജിറ്റൽ റൈറ്റ് 8, ഹൈ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ആ ലൂപ്പ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിജിറ്റൽ റൈറ്റ് 8, ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8ാമത്തെ പിന്ന് ഹൈ ആയി. അതായത് 8ാമത്തെ പിന്നിലേക്ക് 5 വോൾട്ട് വന്നു. അടുത്ത ലൈനാണ് ഡിലേ ബ്രാക്കറ്റിൽ 1000 എഴുതിയിട്ടുണ്ട്. 1000 എന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു 1 സെക്കൻഡ് എന്നാണ് ഉദ്ദേശിച്ചത്. 1000 മില്ലി സെക്കൻഡ്. അപ്പോൾ നമ്മൾ 500 എഴുതുകയാണെങ്കിൽ 0.5 സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ലൈൻ ഡിജിറ്റൽ റൈറ്റ് 8 ഹൈ, അപ്പോൾ LED ഓണായി. ഡിലേ 1000 എന്ന് പറയുമ്പോൾ 1 സെക്കൻഡ് നേരത്തേക്ക് അത് ഓണായി തന്നെയായിരുന്നു LED. പിന്നെ ഡിജിറ്റൽ റൈറ്റ് 8 ലോ, ആ ലോ എഴുതുന്ന സമയത്ത് LED ഓഫാകും. പിന്നെ ഡിലേ 1000 എഴുതി, അപ്പോൾ 1 സെക്കൻഡ് ഓഫ് ആയിക്കൊണ്ടായിരുന്നു. പിന്നെ വീണ്ടും ആദ്യത്തെ ലൈനിലേക്ക് തന്നെ വരും, ഡിജിറ്റൽ റൈറ്റ് 8 ഹൈ. അതാണ് ഈ ലൂപ്പിൻ്റെ പ്രത്യേകത. അത് ഒരു ലൈൻ ബൈ ലൈൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും റിവേഴ്സായിട്ട് മുകളിലോട്ട് ആ ലൈൻ ഫസ്റ്റ് ലൈൻ ആദ്യമായിട്ട് റീഡ് ചെയ്യും. പ്രോഗ്രാം ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ, ഫോർത്ത് ലൈൻ, വീണ്ടും ഫസ്റ്റ് ലൈൻ, ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ ലൂപ്പ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ LED കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടേയിരിക്കും. ഓണായി ഓഫായി ഓഫ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രോഗ്രാമിംഗ് സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഏത് ബോർഡാണ് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്തതെന്ന് സെലക്ട് ചെയ്യണം. അതിന് ടൂൾസിൽ പോയിട്ട് ഈ ബോർഡിൽ ഏത് ആർഡിനോ AVR ബോർഡ്സിൽ ആർഡിനോ യൂനോ അതാണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്തത്. ഏത് ബോർഡാണെന്ന് ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അത് ഏത് പോർട്ടിലാണ് കണക്ട് ചെയ്തത് നമുക്ക് സെലക്ട് ചെയ്യണം. ഏത് USB പോർട്ടിലാണ്. അത് വീണ്ടും ടൂൾസിൽ പോയിട്ട് പോർട്ട് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ കോമൺ പോർട്ട് 4ലാണ് ഞാൻ സെലക്ട് ചെയ്തത്. നമ്മൾ ഏത് പോർട്ടിലാണ് പ്ലഗ് ചെയ്ത് ആ പോർട്ടിൽ എഴുതി കാണിക്കും. അപ്പോൾ അതും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോർഡിൻ്റെ സെറ്റിങ്സ് ഓക്കെ. പിന്നെ ഈ ടിക്ക് മാർക്ക് കമ്പയർ ചെയ്യാനായിട്ട് ഇത് പ്രോഗ്രാമിൽ വല്ല എറർ ഉണ്ടെങ്കിൽ
നമ്മുടെ ഈ കമ്പൈലർ റൺ ചെയ്തിട്ട് എറർ ഉണ്ടെങ്കിൽ കാണിച്ചു തരും. ഇപ്പോൾ ഒരു ലൈൻ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ സെമിക്കോളൻ ഇട്ടിട്ടില്ലെങ്കിൽ അതൊക്കെ ഈ കമ്പൈലിങ്ങിൽ അവർ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നമ്മൾ തിരുത്തി വീണ്ടും റൺ ചെയ്താൽ മതി. ഇപ്പോൾ ഡൺ കമ്പൈലിംഗ് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു, അതായത് ഇപ്പോൾ എറർ ഒന്നുമില്ല. ഇനി നമ്മൾ ആ സെമിക്കോളനൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ കമ്പൈലിംഗ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എറർ വരുന്നത് നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ എറർ വന്നില്ലേ, ഇപ്പോൾ ആ ക്ലോസിങ് ബ്രാക്കറ്റിന് മുമ്പ് ഒരു സെമിക്കോളൻ വേണമെന്ന് നമ്മുടെ കമ്പൈലർ പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ആ സെമിക്കോളൻ ഇട്ടു. എന്നിട്ട് വീണ്ടും ഒന്ന് റൺ ചെയ്ത് നോക്കാം, കമ്പൈൽ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ എറർ ഒന്നുമില്ല. അപ്പോൾ കമ്പൈലിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാം. ഈ ടിക്ക് മാർക്ക് കമ്പൈലിങ്ങിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു ഏരോ മാർക്കുണ്ട്. നമുക്കത് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ അപ്ലോഡിംഗ് ആണ്, പ്രോഗ്രാം അപ്ലോഡിംഗ് ആണ്. ഓക്കെ, ഇപ്പോൾ ഡൺ അപ്ലോഡിങ് കഴിഞ്ഞിരുന്നു. ഡൺ അപ്ലോഡിങ് ആയിട്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആർഡിനോ നോക്കി നോക്കാം. ഓക്കെ, ഇപ്പോൾ ആർഡിനോ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആർഡിനോ അല്ല, LED ഒരു സെക്കൻഡ് കഴിയുമ്പോൾ ഓണാവും, ഒരു സെക്കൻഡ് കഴിയുമ്പോൾ ഓഫാവും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇനി ഈ ബോർഡിൽ പവർ ഓഫ് ആവണ വരെ ഇങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, നമ്മുടെ ട്യൂട്ടോറിയൽ എൻ്റെ ഇത് കാണും. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ മനസ്സിലായി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ഈ സർക്യൂട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, ഈ സർക്യൂട്ടും കോഡും.